സാരംഗ്, ശബരിമല പോലൊരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയധികം സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചന എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിരിക്കില്ല. പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെന്ന് പറയുന്നവർ അത്ര നിസ്സാരക്കാരായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഇനിയുള്ള SITയുടെ നീക്കം അതെങ്ങനെയായിരിക്കും? ഇപ്പോൾ കൂടുതൽ സ്വർണം മോഷ്ടിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ SITയെ സംബന്ധിച്ചിടത്തോളം പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നാണ്. കാരണം ഈ ഒരു സ്വർണം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു എന്നത് SIT കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ കോടതിയിൽ കേസ് വരുമ്പോൾ തൊണ്ടി മുതൽ കൃത്യമായി ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് കേസിനെ പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല, ഇങ്ങനെ വേർതിരിച്ചെടുത്ത സ്വർണം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നൊരു കണ്ടെത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം മുഴുവനായി കണ്ടെത്തുക, ഒപ്പം തന്നെ ഇവിടെ നിന്നും മറ്റ് അമൂല്യമായ വസ്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ടോ, കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്ന കാര്യം കണ്ടെത്തുക. അത് ഏത് മാർക്കറ്റിലേക്കാണ് എത്തിയത്, അതായത് ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളിലെ അമൂല്യമായ വസ്തുക്കൾ പുറത്തേക്ക് എത്തുമ്പോൾ അത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം വലിയൊരു വില, അതായത് മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന വിലയാണ് ഈ ഒരു പുരാവസ്തുക്കൾക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിലടക്കം ലഭിക്കുക. അതുകൊണ്ട് ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് വലിയൊരു വെല്ലുവിളി ഉയർത്തും. കേന്ദ്ര ഏജൻസിയുടെ ഒരു സാധ്യതയടക്കം നിലനിൽക്കുന്നത് കൊണ്ട് ഇത് വലിയൊരു വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, തൊണ്ടിമുതലിനൊപ്പം തന്നെ ഉന്നതരുടെ പങ്ക് കൃത്യമായി ഇതെങ്ങനെ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് ആരൊക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്തത്, അതായത് ഇത് നടപ്പിലാക്കിയതിൻ്റെ പിന്നാമ്പുറത്ത് നിന്നവരാരൊക്കെ, ഇതിൽ കൃത്യമായ സഹായങ്ങൾ എവിടെ നിന്നൊക്കെ ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഈ N. വിജയകുമാറിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ദേവസ്വം മാനുവലിൽ തിരുത്തൽ വരുത്തി. അതായത് ഈ ഒരു സ്വർണം ഇവിടെ നിന്നും പൂശാനായിരുന്നു, അതായത് സന്നിധാനത്ത് വെച്ച് തന്നെ പൂശണമെന്നായിരുന്നു തുടക്കത്തിലെ ദേവസ്വം മാനുവലിൽ കൃത്യമായ നിർദ്ദേശം. അത് മറികടന്നുകൊണ്ട് അതിൽ തിരുത്തൽ വരുത്തിക്കൊണ്ടാണ് ചെന്നൈയിലേക്ക് ഈ പാളികൾ അടക്കം എത്തിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ കൃത്യമായി നിലപാടെടുത്ത് ഇങ്ങനൊരു കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാൻ ഇവർക്കെല്ലാം ധൈര്യം വന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായി ഭരണപക്ഷത്തിൽ നിന്നും ഇവർക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അത് ആരൊക്കെയാണ്, ഇതിൻ്റെ ലാഭവിഹിതം പങ്കിട്ടവർ ആരൊക്കെയാണ് എന്നവരിലേക്ക് എത്തുക എന്നത് സമ്മർദ്ദം നിലനിൽക്കുന്ന സമയത്ത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എത്താൻ കഴിയുള്ളൂ. കാരണം എടുത്തുചാടി, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എടുത്തുചാടിക്കൊണ്ട് സ്വർണ്ണപ്പാളി കേസിൽ ഉന്നതരിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സമ്മർദ്ദത്തിനും പിന്നെ ഒപ്പം തന്നെ അനാവശ്യ വിവാദങ്ങൾക്കും വഴിവെക്കും. അത് SITയുടെ അന്വേഷണത്തിൻ്റെ ഒരു വസ്തുതാപരമായ അന്വേഷണത്തിന് തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും. കാരണം അതിനൊപ്പം തന്നെ കേന്ദ്ര ഏജൻസിയുടെ ഒരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കോടതിയെ പരമാവധി വിശ്വാസത്തിലെടുത്തുകൊണ്ട് കൃത്യമായ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിൽ ഈ ഒരു അന്വേഷണത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും SIT ഇനി തീരുമാനിക്കുക. അനുശ്രീ, സാരംഗ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വേർതിരിച്ചെടുത്ത സ്വർണം പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും കൈവശമുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ ഇതേ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെങ്കിൽ അവരെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ ഈ തൊണ്ടിമുതലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയില്ല. അതായത് ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് രണ്ടാമത് പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങളും ആദ്യം മോഷ്ടിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഈ സ്വർണവും ഒക്കെ കടന്നു പോയത് ഏതൊക്കെ വഴിയിലൂടെയാണെന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ SITക്ക് സാധിക്കില്ലേ? തീർച്ചയായും. കാരണം ഒരു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്വർണം വേർതിരിച്ചെടുത്തതിന് ശേഷം ഉപയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ ആകാനുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ഇത് വലിയ രീതിയിലുള്ള ഒരു കൂട്ടം, അതായത് ഉന്നതരടക്കമുള്ളവരുടെ പങ്കാളിത്തത്തോടു കൂടി നടന്ന ഒരു കൊള്ളയാണ്. അതുകൊണ്ട് ഈ സ്വർണം പോയതിന് ശേഷം ലഭിക്കുന്ന സാമ്പത്തിക വിഹിതം അടക്കം ആരുടെയൊക്കെ കൈകളിലേക്ക് എത്തി എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം എങ്ങനെ കൈമാറിപ്പോയി, എവിടേക്ക് എത്തി, ഇത് ഏത് രീതിയിൽ കൈമാറ്റം ചെയ്തു എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അത് കൈമാറ്റം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ എങ്ങനെയൊക്കെ, സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ഇതിനു മുൻപ് തന്നെ SIT വാങ്ങിയെടുത്തിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റ് തലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സ്വർണം ഏത് രീതിയിലാണ് കൈമാറിപ്പോയത്, ഒപ്പം തന്നെ സ്വർണം കണ്ടെത്തുക എന്ന് പറയുന്നത് രൂപമാറ്റം വരുത്തി മറ്റ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് ആരുടെയൊക്കെ കയ്യിൽ, തുടക്കം തൊട്ട് തന്നെ ആരോപിച്ചായിരുന്നു മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഈ സ്വർണം എത്തിയെന്നത്. തമിഴ്നാടും കർണാടകയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇതിൻ്റെ സ്വർണം എത്തി എന്നടക്കമുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം കൃത്യമായൊരു ഉത്തരം ലഭിക്കണമെങ്കിൽ ഈ ഒരു പാളിയിൽ നിന്നുള്ള സ്വർണം എത്രത്തോളം നഷ്ടപ്പെട്ടു എന്നതിനൊരു കണക്ക് ലഭിക്കണം. അത് ഇപ്പോൾ VSSCയിൽ നടക്കുന്ന ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ എത്ര അളവിൽ സ്വർണം നഷ്ടപ്പെട്ടു എന്ന കൃത്യമായൊരു അളവ് ലഭിച്ചാൽ മാത്രമേ ഈ തൊണ്ടിമുതലിലേക്ക് കൃത്യമായി അന്വേഷണം നീങ്ങാനും അതിനൊപ്പം തന്നെ ഈ ഗോവർദ്ധൻ്റെ അടക്കം ജ്വല്ലറിയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു സ്വർണത്തിൻ്റെ അളവും ഒപ്പം കണക്കിലാക്കിക്കൊണ്ടായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോകുക. ഇത് എളുപ്പമുള്ള ഒരു കാര്യമല്ല.
കാരണം ഈ ഒരു സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വേർതിരിച്ചെടുത്ത സ്വർണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതൊക്കെ രീതിയിലേക്ക് കൈമാറി പോയിട്ടുണ്ട്, അത് എവിടേക്ക് എത്തിയിട്ടുണ്ട്, അത് കൈമാറിക്കൊണ്ട് അതിൻ്റെ പണം, അത് സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കൊള്ള നടന്നത് എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം വിറ്റതിന് ശേഷം ആ സാമ്പത്തികം, ആ ഒരു പണം ആണോ ഇവർ കൈമാറിയിട്ടുള്ളത്, അവർ കൈവശം വെച്ചിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടി വരും. അതിലേക്കെല്ലാം എത്തണമെങ്കിൽ ഈ ഒരു ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഈ ഒരു ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും. കാരണം കൃത്യമായി എത്ര അളവിൽ സ്വർണം നഷ്ടപ്പെട്ടു, അതുമാത്രമല്ല ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്വർണ്ണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാളികളടക്കം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അത്തരത്തിലുള്ള പരിശോധനകൾക്ക് ശേഷം ഇത് എവിടെ നിന്ന് എത്രത്തോളം അളവുകളിൽ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ തൊണ്ടിമുതലിലേക്ക് എത്താൻ കഴിയുക. ഗോവർദ്ധനെയും പിന്നെ പങ്കജ് ഭണ്ഡാരിയുടെയും അടക്കമുള്ള വ്യക്തിപരമായ, അതായത് സാമ്പത്തിക ഇടപാടും ഇവരുടെ സ്വർണം സൂക്ഷിച്ച, അതായത് വ്യക്തിപരമായ വീടുകളിലും ഒപ്പം തന്നെ സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണ്ണങ്ങൾ ഇത് ആരുടെയൊക്കെ കൈകളിലേക്ക് എത്തി എന്നടക്കമുള്ള കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നാൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അനുസരി സാരംഗ, ഇപ്പോൾ കൂടുതൽ സ്വർണം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ സ്വർണം ശ്രീകോവിലിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ശബരിമലയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ അത്തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും മനസ്സിലായി. കാരണം കൂടുതൽ ഈ ഒരു അന്വേഷണം പല ഭാഗങ്ങളിലും, കാരണം ശബരിമല പോലെയുള്ള ക്ഷേത്രത്തിൽ അമൂല്യമായ പല വസ്തുക്കളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൃത്യമായ നിരീക്ഷണം ഉണ്ടെങ്കിൽ പോലും ശ്രീകോവിലിന് മുൻപിലുള്ള ഈ ഒരു ദ്വാരപാലക ശില്പത്തിലെയും ഒപ്പം കട്ടിളപ്പാളിയിലെ അടക്കമുള്ള സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലപ്പുറത്തേക്ക് മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ഈ കൊള്ള നടക്കാനുള്ള സാധ്യതയുണ്ട്. സ്വർണം മാത്രമായിരിക്കണമെന്നില്ല, പല അമൂല്യമായ വസ്തുക്കൾ അടക്കം ഇവിടെ നിന്ന് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഷം, അതായത് ഈ ഒരു വിജയം വലിയ സ്വർണം പൂശിയ 98 മുതലുള്ള അതിന് ശേഷത്തേക്കുള്ള, അതായത് ഈ 2026 വരെയുള്ള എല്ലാ രേഖകളും പരിശോധിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ രേഖകൾ പരിശോധിച്ച ശേഷം ആയിരിക്കും ഈ ഒരു പല ഭാഗങ്ങൾ, അതായത് തിരിമറി നടന്നു എന്ന് സംശയം തോന്നുന്ന പല ഭാഗങ്ങളിലും ശാസ്ത്രീയ പരിശോധനയ്ക്കടക്കം ഈ ഒരു ആ ഭാഗങ്ങളടക്കം വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് നോക്കാം, സ്വർണ്ണത്തിനേക്കാൾ മൂല്യമേറിയ പല വസ്തുക്കളും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഇൻവെൻട്രി അടക്കം കാര്യം കൃത്യമായി പരിശോധിക്കേണ്ടി വരും. കാരണം ലക്ഷക്കണക്കിന് ഭക്തർ അവിടെ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. പലരും അമൂല്യമായ പല വസ്തുക്കളും അവിടെ സംഭാവനയായി, അതായത് ഭഗവാൻ അർപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു സ്വർണ്ണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കൊള്ളയാണോ, അല്ലെങ്കിൽ ആസൂത്രിതമായി എല്ലാ വർഷവും കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു കൊള്ളയുടെ ഒരു ഭാഗം മാത്രമാണോ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സ്വർണം പൂശിയിട്ടുള്ള, അതായത് ഒരു ദ്വാരപാലക ശില്പത്തിലടക്കമുള്ള ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്വർണം പൂശിയിട്ടുണ്ട്. അത് എല്ലാം ഇപ്പോൾ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കാരണം ഈ പല ഭാഗങ്ങളിലും ഈ ഒരു കൊള്ള നടന്നിട്ടുണ്ടെന്നൊരു കൃത്യമായ വിവരം SITക്ക് ലഭിച്ച സാഹചര്യത്തിൽ കൂടുതൽ ഭാഗങ്ങളിലേക്കും ശാസ്ത്രീയ പരിശോധനയും ഒപ്പം രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള കൂടുതൽ പരിശോധനകളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അനുസരിച്ച് ശരി, ശബരിമലയിൽ നിന്നും കൂടുതൽ സ്വർണം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി കൊള്ളയടിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ശ്രീകോവിലിന്റെ കട്ടിളയിൽ സ്ഥാപിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത ചെമ്പ് പാളികളും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത പാളികളിലും ഒക്കെ ഉണ്ടായിരുന്ന സ്വർണമൊക്കെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ ഇനിയൊരു കണ്ടെത്തൽ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അന്വേഷണങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇതിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് കരുതാം. സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.